ഹായ്, ഞാനിന്നുള്ളത് ചാലക്കുടിയിലാണ്. മണിച്ചേട്ടൻ്റെ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇന്ന് മണിച്ചേട്ടൻ്റെ 9ാം ചരമവാർഷിക ദിനമാണ്, മാർച്ച് 6. ഇവിടെ മണിച്ചേട്ടൻ്റെ സുഹൃത്തുക്കൾ ഓട്ടോ സ്റ്റാൻഡൊക്കെ അലങ്കരിച്ച് മണിച്ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വിളക്ക് കത്തിക്കുകയാണ്. ഇനി നമുക്ക് മണിച്ചേട്ടൻ്റെ അനുസ്മരണ ചടങ്ങിലേക്ക് പോകാം. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായിപ്പോയി. ഇവിടെ കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിലാണ് അനുസ്മരണ പരിപാടി നടക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം. നമ്മൾ ഒരുപാട് താമസിച്ചു പോയി. എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഈ 9ാം വാർഷിക അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തരോടും ഞാൻ ആദ്യമേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒപ്പം അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഇവരോടൊപ്പമുള്ള യാത്രകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നേരിട്ടറിയാനും നമുക്ക് കാതോർക്കാം. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കായി പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റും സിനിമാ സംവിധായകനും സിനിമാ നടനും, പ്രത്യേകിച്ച് ഈ അടുത്ത് അമൃത TV യിൽ ഞങ്ങൾ ചേട്ടൻ്റെ ഒരു അനുസ്മരണ പരിപാടിക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഒരുപാട് നേരം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് പങ്കിടുമ്പോൾ അത് വാചാലമായി ഇരുന്നുകൊണ്ട് ഒരുപാട് ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ശ്രീ രമേശ് പിഷാരടി അവറുകളാണ്. അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, മണിച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങൾ, സദസ്സിലും കൂടിയിരിക്കുന്ന അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയതിൽ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. രാമകൃഷ്ണൻ എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സുദീർഘമായ സംസാരങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക എന്നതിനപ്പുറം പുതുതായി എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. അത്രയധികം കേരള ജനതയെ, മലയാളികളെ സ്വാധീനിച്ച ഒരു കലാകാരൻ. ഇന്നത്തെ ഈ ഒരു ഡേറ്റ് ഇവിടെ മാത്രമല്ല, ഈ മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വിളി വരും. ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് ഈ പേരിൽ ചെയ്യാൻ പ്രേരക ശക്തിയായി മാറിയിരിക്കുന്നു അദ്ദേഹം എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ഇപ്പോഴും ഈ ഒരു 6-ാം തീയതി നമ്മൾ വിളിക്കും, ഞങ്ങൾ മണിച്ചേട്ടൻ്റെ പേരിൽ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നു, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ പേരിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ദിവസമായി ഈ തീയതി മാറി. എങ്ങനെയാണ് ആളുകളിൽ നിന്ന് ഇത്രയും അധികം സ്നേഹം ഒരാൾക്ക് പിടിച്ചു പറ്റാനാവുക എന്നത് വളരെ കൗതുകത്തോടെ പലപ്പോഴും പല വേദിയുടെ വശങ്ങളിൽ നിന്നും സ്ക്രീനിലൂടെയും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഞാൻ നമ്മുടെ പരിപാടി പറഞ്ഞിട്ടുണ്ട്, എന്തിരൻ എന്ന് പറയുന്ന രജനീകാന്തിന്റെ ചിത്രത്തില് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുകളിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയത് സ്ക്രീനിൽ പെട്ടെന്ന് കലാപം മണിച്ചേൻ എൻ്റർ ചെയ്തപ്പോഴാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യന് അസാധാരണമാം വിധം എങ്ങനെ വളരാമെന്നും അതിനുശേഷം അസാധാരണമാം വിധം എങ്ങനെ സാധാരണക്കാരനായി തുടരാമെന്നതിനുമുള്ളതിനൊരു മകുടോദാഹരണമാണ് കലാഭവൻ മണി എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ. ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് അദ്ദേഹം ഒരു സ്റ്റാറാണ്. 90കളുടെ പകുതിയിൽ തന്നെ അദ്ദേഹം സ്റ്റാറായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഈ പുഴവക്കത്ത്
ഞാൻ സലീം കുമാറിന്റെ ട്രോഫി കളിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്ന അന്നാണ്. അന്നൊരു ആറ്റിങ്ങൽ ഭാഗത്തുള്ള ഒരു കുട്ടിയുടെ കണ്ണോപ്പറേഷന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും അതിനോടൊപ്പം നാട്ടുകാർക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞ് സലീം കുമാറിന്റെ ട്രൂപ്പിനെ മണിച്ചേട്ടൻ വിളിച്ചു. ഞങ്ങൾ ആ ട്രൂപ്പിലെ അംഗങ്ങളായി ഇവിടെ വന്നു. അപ്പൊ സലീമേട്ടൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ മണി ചിലപ്പോൾ ഞാൻ ആ ട്രൂപ്പിന്റെ മാനേജറാണ്, ഷോ കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ പൈസ തരും, ഞാൻ പൈസ മേടിക്കരുത്, പൈസ മേടിക്കാണ്ട് വരണം, അതൊരു ഫ്രീ ഷോയാണ്, നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും എന്ന് സലീം കുമാറേട്ടൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്നു. ഷോ കഴിഞ്ഞ് അദ്ദേഹം പൈസ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ പൈസ വേണ്ട, സലീമേട്ടൻ പ്രത്യേകം പറഞ്ഞു വിട്ടു. അദ്ദേഹം പറഞ്ഞു, കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, എന്നിട്ട് നിങ്ങൾ പോയിട്ട് മേടിച്ചില്ല എന്ന് സലീം കുമാറിനോട് പറഞ്ഞു. അപ്പോൾ സലീം കുമാറിന്റെ പൈസയും കിട്ടും, എന്റെ പൈസയും കിട്ടും, നിങ്ങൾക്ക് 2 പൈസ കിട്ടൂലേ, സുഖമായിട്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളത് ചെയ്തില്ലെങ്കിലും അദ്ദേഹം വളരെ നിർബന്ധിച്ച് കുറച്ച് പൈസ എല്ലാവരെയും കെട്ടിയേൽപ്പിച്ച് വിടുന്ന രീതിയിൽ കലയും കലാകാരന്മാരെയൊക്കെ അദ്ദേഹം സ്നേഹിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും ഒക്കെ ഇത്രയധികം ഞാൻ പലപ്പോഴും പറയാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എല്ലാം. സാധാരണക്കാരന്റെ പ്രതിനിധിയായി നമ്മുടെ മലയാള സിനിമയുടെ ക്യാമറയെ ഒരുപക്ഷെ ഇന്നോളം ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ഭൂപ്രദേശങ്ങളിലേക്കും വ്യക്തികളിലേക്കും എല്ലാം കഥകളായി കടന്നു ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹം കാരണമായിട്ടുണ്ട്. രാമകൃഷ്ണൻ പറഞ്ഞു പല തലക്കെട്ടുകൾ. അദ്ദേഹം MG രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അതുല്യനായ സംഗീത സംവിധായകൻ ചോദിച്ചു, പാട്ട് പാടാൻ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഓർക്കസ്ട്രയുമായിട്ട് ഇത്ര സിങ്ക് ആയിട്ട് പാട്ട് പാടുന്നത്? പാട്ടുകാരനാണോ? അദ്ദേഹം കരളഞ്ഞൊരു പാട്ടുകാരനാണ്. ഡാൻസോ ഡാൻസോ പരിപാടികളൊക്കെ കളിക്കണോ? അദ്ദേഹം അത് ചെയ്യുമായിരുന്നു. അഭിനയത്തിൽ ഇനി വില്ലൻ വേണോ, കോമഡി വേണോ, ക്യാരക്ടർ വേഷങ്ങൾ വേണോ, അത് അദ്ദേഹം ചെയ്യുമായിരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ ലാസ്റ്റ് രാമകൃഷ്ണൻ പതിൽ വരെ ഞാൻ എടുക്കുകയാണ്. ഇതിനൊക്കെ അപ്പുറത്ത് എപ്പോഴും മണിച്ചേട്ടൻ എന്ന മനുഷ്യൻ വളരെ ജനങ്ങളെ സ്നേഹിക്കുന്ന, നമ്മളെല്ലാം ഞങ്ങളൊക്കെ കലാരംഗത്ത് വരുന്ന സമയത്ത് കാണാനും ഇഷ്ടപ്പെടാനും ഒപ്പം നടക്കാനും ഒരു പ്രോട്ടോകോൾ നോക്കാതെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനും കൂടെ വന്നവരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കാനും ഒക്കെ വലിയ തോതിൽ മനസ്സ് കാണിക്കുന്ന ഒരു കലാകാരൻ. ചില സ്റ്റേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന പോലെ ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത് എന്ന് വലിയ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ള കലാകാരൻ. അദ്ദേഹത്തിന്റെ വേർപാട്, നമ്മൾ ഓരോ മനുഷ്യനും ഈ ലോകത്ത് യൂണീക്കാണ്. ഓരോരുത്തരുടെയും വേർപാട് അതാത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനില്ലാത്തതാണ്. പക്ഷേ ഈ മണിച്ചേട്ടനെ പോലുള്ള ചില ആളുകളുടെ ഉടനെയുള്ള വിയോഗം ഉണ്ടാക്കുന്ന വിടവ് കാലങ്ങൾക്കപ്പുറം നികത്താൻ പറ്റാത്തതാണ്. അതിങ്ങനെ അവിടെ നിൽക്കും. ഇപ്പോഴും അദ്ദേഹം ഒരു 2000 തൊട്ട് ഈ ദിവസം വരെ 2025 വരെ ഞാൻ എത്ര സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ 99.9% വേദികളിലും ഇദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഇല്ലാതെ ഒരു സ്റ്റേജ് ഷോ ഇന്നും കേരളത്തിൽ കടന്നു പോകുന്നില്ല എന്നുള്ളത് അത്ഭുതമാണ്. ഇതേ കൈയടികൾ അദ്ദേഹത്തിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോഴും കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. അത്തരത്തിലൊരു അത്ഭുതമായ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകളാണ് നമ്മൾ ഓരോരുത്തരും ഇനി ഇവിടെ പറയുന്നതും പങ്കുവയ്ക്കുന്നതുമെല്ലാം. ഇനിയും ഞാൻ പറഞ്ഞ ഒരുപാട് പേര് അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിന്റെ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് തൊട്ടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഇനി ഞാൻ സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിലേക്ക് ഇവിടെയും പല നല്ല കാര്യങ്ങൾ സംഭവിക്കും. നല്ല കാര്യങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട്. അതിലേക്ക് എന്നെ പരിഗണിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് രാമകൃഷ്ണൻ, അദ്ദേഹത്തോടുള്ള നന്ദി പറയുന്നു. അദ്ദേഹമൊക്കെ ഇതിപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതും വലിയ കൗതുകത്തോടെ സ്നേഹത്തോടെ കാണുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനും സമീപിക്കാവുന്നതാണ്, വരാവുന്നതാണ് എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ ഒരു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തതായി വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ട്രസ്റ്റ് നൽകുന്ന കലാഭവൻ മണി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ പന്തളം ബാലൻ എന്ന അതുല്യ കലാകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചലച്ചിത്ര പിന്നണി ഗായകൻ എന്നതിനേക്കാൾ ഗാനമേളകളിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനം കവർന്ന ഗായകനാണ് ശ്രീ പന്തളം ബാലൻ. 30 വർഷത്തോളമായി ഗാനമേളകളിൽ സജീവമായ അദ്ദേഹം ഇന്ന് 8000-ത്തിലധികം വേദികൾ പിന്നിട്ടിരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ നന്നായി പാടുമായിരുന്ന അദ്ദേഹത്തിന് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് ശ്രീ പന്തളം സുരേന്ദ്രനായിരുന്നു. എന്നാൽ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത് തിരുവനന്തപുരം സംഗീത കോളേജിൽ ചേർന്നതിനു ശേഷം ശ്രീ വെൺമണി സുകുമാരൻ മാഷിന്റെ കീഴിലായിരുന്നു. പിന്നീട് ഗാനമേളകളിൽ സജീവമായതോടെ അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ശ്രീ ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തെ തന്റെ ലീഡ് കോറസ് ഗായകനാക്കിയതും തുടർന്ന് സിനിമയിൽ പാടിച്ചതും. 1989 ബക്കർ സംവിധാനം ചെയ്ത സഖാവ് വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന ചിത്രമായിരുന്നു അത്. കൂടാതെ നിരവധി നാടകഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഉത്സവ ഗാനങ്ങൾ എന്നിവ പാടി 20ാമത്തെ വയസ്സിൽ സ്വന്തമായി പന്തളം ബാലൻ നയിക്കുന്ന ഗാനമേള എന്ന ട്രൂപ്പ് ആരംഭിച്ചു. ദേവരാജൻ മാഷിന് ശേഷം ശ്രീ നൂറനാട് കൃഷ്ണൻകുട്ടി, രവീന്ദ്രൻ മാഷ് തുടങ്ങി നിരവധി
പ്രശസ്തരായ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ഇപ്പോഴും ഗാനമേളകളിലും വിവിധ കലാപരിപാടികളിലും സജീവമായ അദ്ദേഹത്തിന് ഇനിയും സ്വരമാധുര്യം കൊണ്ട് വേദികൾ കൈയടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവാർഡ് സ്വീകരിക്കാനായി ശ്രീ പന്തളം ബാലനെയും അവാർഡ് നൽകുന്നതിനായി ശ്രീ രമേശ് പിഷാരടിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഫലവും അടങ്ങുന്നതാണ് അവാർഡ്. നല്ലൊരു കൈയടി നൽകുക. അതുല്യനായ കലാകാരനെയുടെ വിളിച്ചതിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം, അഭിമാനിക്കാം. ശ്രീ പന്തളം ബാലൻ. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് മണിച്ചേട്ടൻ്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലാം. ഇവിടെ അടുത്ത് തന്നെയാണ് മണിച്ചേട്ടൻ്റെ വീട്. ഇതാണ് മണിച്ചേട്ടൻ്റെ വീട്. ഇവിടെ ഇപ്പം താമസമൊന്നുമില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. വീടെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ മണിച്ചേട്ടൻ്റെ പഴയ വാഹനങ്ങളൊന്നും കാണുന്നില്ല ഇപ്പം. ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് മണിച്ചേട്ടനെ അടക്കിയിരിക്കുന്നത്. ഇവിടെയാണ് മണിച്ചേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്. മണിച്ചേട്ടൻ്റെ ഒരു ബുള്ളറ്റാണ്. ഇതാണ് മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ്. അപ്പോൾ ഗൈസ്, ഇത് മണിച്ചേട്ടൻ്റെ വീടിനടുത്തുള്ള ഒരു കടയാണ്. ഈ കടയുടെ മുമ്പിലാണ് മണിച്ചേട്ടൻ മിക്ക ദിവസവും ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ വന്നിരുന്ന് പത്രം വായിക്കാറ്. ഇവിടെയാണ് മണിച്ചേട്ടൻ ഇരിക്കാറ്. ഇനി നമുക്ക് പാടിയിലേക്ക് പോകാം. ഇതാണ് ശ്രീ കലാഭവൻ മണി പാടി റോഡ്. ഇതുവഴിയാണ് പാടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി. ഇത് മണിച്ചേട്ടൻ്റെ അച്ഛൻ നട്ടു വളർത്തിയ ജാതി തൈകളാണ്. ഇതിനകത്തൊക്കെ പെയിന്റ് അടിച്ച് അതിമനോഹരമായിട്ടിരിക്കുകയാണ്. ഒരു ചേട്ടനാണ് ഇവിടെ പെയിന്റ് അടിക്കുന്നത്. നമുക്ക് ചോദിക്കാം. പെയിന്റ് ചെയ്തത് മണിച്ചേട്ടൻ്റെ അച്ഛൻ നട്ടു വളർത്തിയ ജാതിമരമാണ്. അപ്പം അത് കുറേ നാൾ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ഇത് ആകെ പെയിൻ്റൊന്നും ഇല്ലാതെ ഒരു ഭംഗിക്കുറവുണ്ടായിരുന്നു. അപ്പം എൻ്റെ മണിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ കാശ് എടുത്ത് നമ്മൾ മണിച്ചേട്ടൻ ഉള്ളപ്പോഴും ചേട്ടൻ പെയിന്റ് ചെയ്യുമായിരുന്നു? ഇല്ല. അപ്പം എല്ലാവരും മണിച്ചേട്ടനെ കാണാൻ എല്ലാ ദിവസവും വരും എന്നുള്ളതാണ്. ഇപ്പം 9ാം കൊല്ലമായിട്ടും തുടർച്ചയായിട്ടും എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. ഭയങ്കര അത്ഭുതം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഭംഗിയായിട്ട് കിടന്നോട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതടിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ബാക്കിടക്കാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല. നിങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ചാനലുകാരാണെന്നറിയാം. ഇത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ കണ്ടെത്തി ആളാൻ വേണ്ടിയാണ് ചെയ്യണതെന്ന് വിചാരിക്കും. പിന്നെ അതിൻ്റെ തെറി ഞാൻ കേൾക്കേണ്ടി വരും. വേറെ അത് മാത്രം കൊണ്ട് പിന്നെ ഇന്നലെ എൻ്റെ അമ്മാവൻ മരിച്ച എൻ്റെ അടിയന്തരം ഓർമ്മ, അതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്ന് ആളുകൾ ഉള്ള നല്ല ആ മരങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യണതാണ്. എൻ്റെ പേര് സുനിൽ അലിപുരം എന്നാണ് ഫേസ്ബുക്കിൽ ഇട്ടേക്കണത്. മണിച്ചേട്ടൻ്റെ അത്യാവശ്യം പാട്ടുകളൊക്കെ പാടുന്നൊരു കലാകാരനാണ്. പിന്നെ ഞാനവിടെ മണിച്ചേട്ടന് ഒരു സമർപ്പിക്കാൻ വേണ്ടി ഒരു ഷർട്ടും മുണ്ടും കണ്ണടയും ഒക്കെ ഞാൻ അവിടെ സമർപ്പിച്ചിട്ടുണ്ട്. മോതിരം, ചന്ദനം, കുങ്കുമം ഒക്കെ പാടിയുടെ ഫ്രണ്ടിൽ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു സന്തോഷം. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് മണിച്ചേട്ടൻ ഷൂട്ടിംഗ് ഇല്ലാത്ത ഒഴിവു ദിവസങ്ങളിൽ വീട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് മുഴുവൻ സമയം ചെലവഴിക്കാറ്. ഇവിടെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം. ഇതാണ് ആ ഗസ്റ്റ് ഹൗസ്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇതെല്ലാം നശിച്ചു പോയി. ഇത് മണിച്ചേട്ടൻ്റെ ഒരു ചെറിയ കിച്ചണാണ്. ഇവിടെ ഒരു ചെറിയ TV ഒക്കെ ഉണ്ട്. വെള്ളം കയറിയപ്പോൾ എല്ലാം നശിച്ചു പോയി.
ഇത് മണിച്ചേട്ടൻ്റെ ഒരു ബെഡ്റൂം ആയിരുന്നു. ഇവിടെ വെച്ചാണ് മണിച്ചേട്ടനെ രക്തം ഛർദ്ദിച്ച് അവസാനമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതൊക്കെ. ഇതിന് പുറകുവശമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ചാലക്കുടി പുഴ കാണാം. കോടീശ്വരനായി നിനക്കെന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. കാണണോ കുണശേഖരന്റെ ബുദ്ധി? പാടത്തും നാട്ടിൽ നാനായിടത്തും നീ പാടിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ ഉന്നാര പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. നമുക്കിനി ആ ചാലക്കുടി പുഴയിലോട്ടൊന്ന് പോകാം. ഞാൻ ഇതുവഴിയാണ് ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങുന്നത്. ചെറിയ വഴിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ചാലക്കുടി പുഴ. ഇവിടെ ഒരുപാട് ഇൻ്റർവ്യൂകളും മറ്റും മണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഓണപ്പരിപാടികൾക്കൊക്കെ വള്ളം തുഴയുന്ന സീനൊക്കെ, വള്ളം തുഴഞ്ഞു പോകുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് തിരിച്ചു പോകാം. ഇത് ചെറിയൊരു വഴിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം.